അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. വീണ്ടും ഞാൻ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ വീണ്ടും ഞാൻ നമ്മുടെ ഫോട്ടോഗ്രാഫി ബേസിക്സ് വളരെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 വീഡിയോസിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് കുറച്ച് ഔട്ട്ഡോർ കാര്യങ്ങൾ നമ്മൾ കുറേ നാളായിട്ട് പറയുന്നത്, ഞാൻ അടുത്ത മാസം തൊട്ട് അല്ലെങ്കിൽ ഈ മാസം തന്നെ പറ്റിയാൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത മാസം എന്തായാലും തീർച്ചയായും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പുതിയ പുതിയ ലൊക്കേഷനും സ്ഥലങ്ങളിലൊക്കെ പോയി പീപ്പിൾ ഫോട്ടോഗ്രാഫി, അതുപോലെ കുറച്ച് ലാൻഡ്സ്കേപ്പ്. നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുടെ ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ് പോലെ നമ്മൾ ചെയ്യണം. നമ്മൾ പണ്ട് കുറേ ഡീറ്റെയിൽഡായിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി വീഡിയോസ് കാണണം, അതായത് ട്യൂട്ടോറിയൽസ് കാണണമെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കാം. ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും, കാരണം അത്ര പഴയ വീഡിയോസാണത്. അറിയാമല്ലോ, എന്ത് സാധനവും യൂട്യൂബിനകത്ത് കുറേ നാൾ കിടക്കുമ്പോൾ ഒരു പഴയ ഫീൽ അതിന് വരും. അപ്പോൾ എനിവേസ് ഗൈസ്, നമുക്ക് ഇപ്രാവശ്യം നമുക്കൊരു സിമുലേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോഗ്രാഫി ബേസിക്സ് നമുക്കിന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ISO, അപ്പർച്ചർ ആൻഡ് ഷട്ടർ സ്പീഡാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ മാനുവൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് DSLR ക്യാമറ വെച്ച് മാനുവൽ ഫോട്ടോഗ്രാഫി ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അതായത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ കാണുന്ന സമയത്ത് ചൈനയിലെ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നമ്മളിന്ന് ഫോട്ടോഗ്രാഫി വോക്ക് നടത്തുന്നത്. അപ്പോൾ DSLR ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, എല്ലാ സെറ്റപ്പും ഉണ്ട് അതിനകത്ത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 3 കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. സാധാരണ നമ്മൾ DSLR ക്യാമറയിൽ കാണുന്ന ഒരു മെനു ആണിത്. അപ്പോൾ ഞാനിപ്പം മെനു നിങ്ങളെ ആദ്യം കാണിക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നമുക്കിതൊന്ന് പിടിച്ചിട്ട് നമുക്ക് മെനു നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ സാധാരണ DSLR ക്യാമറകളിൽ വരുന്ന മെനു. നമുക്കിത് ഓട്ടോ മോഡിലുണ്ട്. നിങ്ങളുടെ ക്യാമറയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലാർജ് ഇതല്ലേ, ലാർജ് തന്നെ കിടക്കട്ടെ, ഏറ്റവും ടോപ്പ് സൈസിൽ കിടക്കട്ടെ. നമുക്കിപ്പോൾ മാറ്റേണ്ടത് ഓട്ടോ മോഡിൽ നിന്ന് നമ്മുടെ ക്യാമറയെ മാറ്റുകയാണ്. ഇത് ഓട്ടോ അല്ല, ഇത് അപ്പർച്ചർ പ്രയോറിറ്റിയാണ്. സോറി, അപ്പർച്ചർ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അപ്പർച്ചർ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കണം. പക്ഷേ നമുക്ക് മാനുവൽ മോഡിലാണ് വരേണ്ടത്. ഇത് ഷട്ടർ പ്രയോറിറ്റി ചെയ്താൽ ക്യാമറ ഷട്ടർ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ക്യാമറ നോക്കിക്കൊള്ളും. ഇനി നമുക്കുള്ളത് മാനുവൽ മോഡിലാണ് നമുക്ക് നിൽക്കേണ്ടത്. ഓക്കെ, നമ്മൾ മാനുവൽ മോഡിൽ വന്നു. മാനുവൽ മോഡിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ, ചെറിയ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ പണ്ടത്തെ വീഡിയോസ് കണ്ടവർക്ക് ഇത് കാണേണ്ട കാര്യമില്ല. ഫോട്ടോഗ്രാഫിയിലായിട്ട് ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർക്ക് ഈ സംഭവം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു സിമുലേഷനാണ്, ഫോട്ടോഗ്രാഫി സിമുലേഷൻ ആണ് ഈ സംഭവം. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു സിമുലേഷൻ പഠിച്ച ഒരാൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് കൂടുതൽ ഔട്ട്ഡോർ വീഡിയോസ് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. കുറേ നാളായിട്ട് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡ്, നമ്മളുടെ അപ്പർച്ചർ, ISO, ഈ 3 കാര്യങ്ങൾ വെച്ചാണ് നമ്മുടെ ക്യാമറ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിക് ഫ്ലാഷ് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ലെൻസ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഫിഷായി വേണ്ട, ഒരു 14mm ലെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 24 ആയിക്കോട്ടെ അല്ലേ, 24-35. ഓക്കെ, പല ലെൻസിലുള്ള വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാം. നമുക്ക് എന്നാലും 14 വരുമ്പോൾ ഏറ്റവും വൈഡായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. 14mm നീക്കാൻ നമ്മൾ ആദ്യം നമുക്ക് ഷട്ടർ സ്പീഡിനെ കുറിച്ച് പറയാം. അപ്പം ഇതിനകത്ത് എത്രമാത്രം ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് ആ ഒരു ഫീൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഷട്ടർ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ആ ഒരു ഒരു ഷട്ടർ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സാധനം വന്നിങ്ങനെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ആവും. അത് ഓപ്പൺ ആവുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന സ്പീഡിനാണ് ഈ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് വീഡിയോസ് ഇപ്പോൾ ഓൾഡ് വീഡിയോസിലുണ്ട്, പറ്റിയാൽ ഞാൻ അതിൻ്റെ ലിങ്ക്സ് താഴെ ഇടാം. അപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു ഫോട്ടോയിലെ വ്യത്യാസം അത് എനിക്കിവിടെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പം ഷട്ടർ സ്പീഡ് 1/400th നമ്മുടെ ഷട്ടർ ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുന്നതും വരുന്നത്. അപ്പോൾ അത്രയും ടൈമിലാണ് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത്, നമ്മുടെ ആ ഒരു നമ്മുടെ സെൻസർ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. ഈ ഒരു 1/400th എക്സ്പോസ്ഡ് ആയിരിക്കുന്ന സെൻസറിലാണ് നമ്മൾ ഫോട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം, ഇവിടെ ഗ്രേഡ് ഔട്ടായിട്ട് കിടക്കുന്നൊരു സംഭവമുണ്ട്. എൻ്റെ മൗസ് വെച്ച് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം നിൽക്കുന്ന മെനുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേഡായിട്ടായിട്ടുണ്ട്. ആ ലേഡായിട്ടായിട്ടിരിക്കുന്ന
സംഭവത്തിൽ നമുക്ക് -3, -2, -1, 0, 1, 2, 3 എന്ന് താഴാൻ പറ്റും. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന മെനുവിൻ്റെ താഴത്തെ മെനു. അപ്പോൾ അതാണ് നമ്മുടെ എക്സ്പോഷർ മീറ്റർ. അപ്പം ശരിക്കും നമ്മുടെ എക്സ്പോഷർ കറക്റ്റ് ആണെങ്കിൽ ഷട്ടർ സ്പീഡും അപ്പർച്ചറും ISO നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ എക്സ്പോഷർ മീറ്റർ 0-ൽ കൊണ്ടുവന്നാൽ ഏകദേശം ക്യാമറയുടെ എക്സ്പോഷർ മീറ്റർ വെച്ച് കറക്റ്റ് ആകണമെങ്കിൽ നമ്മളത് 0-ൽ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറയ്ക്കാം. ഇതുണ്ടല്ലോ നമ്മുടെ ഷട്ടർ സ്പീഡ് കുറയ്ക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ കറക്റ്റ് നമുക്ക് 0-ൽ കിട്ടി. 1/100th സെക്കൻഡ് ഷട്ടർ സ്പീഡ് വന്നപ്പോൾ ഇതാണ് കറക്റ്റ് എക്സ്പോഷർ എന്നാണ് നമ്മൾ ക്യാമറയിൽ പറയുന്നത്. ഇപ്പോൾ അത് അങ്ങനെയല്ലെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് ഒന്ന് 1/400th ആക്കാം. അപ്പർച്ചർ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് മിനിമം f2.8 ആണ്, മാക്സിമം നമ്മുടെ അപ്പർച്ചർ. മിനിമം അല്ല, ഏറ്റവും കുറഞ്ഞാൽ അതിനെ മാക്സിമം എന്നാണ് പറയുന്നത്. ISO നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ISO അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ശരിയാക്കി നമ്മുടെ ഷട്ടർ നമ്മൾ 1/400 തന്നെ കൊടുത്തു. ഇൻ കേസ് നമുക്ക് ഷട്ടറാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾക്ക് പുറകെ ഞാൻ പറയാം. ഷട്ടർ ഇപ്പം നമുക്കിപ്പോൾ ഒരു 1/100 കിടക്കുമെന്ന് വെച്ചു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ISO ആണ്. അതാണ് നമുക്കിപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ. അതാണെങ്കിൽ നമുക്ക് ISO അഡ്ജസ്റ്റ് ചെയ്ത് ISO 50-ൽ കൊണ്ടുവന്നാൽ വീണ്ടും നമുക്ക് മീറ്ററിങ്ങിൽ നമുക്കത് 0 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് മൂന്നും അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മുടെ എക്സ്പോഷർ കറക്റ്റാക്കുന്നത്. ബേസിക്കലി നമ്മൾ എക്സ്പോഷർ കറക്റ്റാക്കിയാണ് ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ വേറെ കുറേ മാനദണ്ഡങ്ങൾ നമുക്കിതിനകത്തുണ്ട്. ഷട്ടർ സ്പീഡിൻ്റെ കാര്യങ്ങൾ, അപ്പർച്ചറിൻ്റെ കാര്യങ്ങൾ, ISOയുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്നാലും ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ അപ്പർച്ചറിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ ചില ഫോട്ടോസിൽ നമുക്ക് അപ്പർച്ചർ കൂട്ടി, അപ്പർച്ചർ പ്രയോറിറ്റിയിൽ നമ്മൾ മാനുവൽ മോഡിൽ അപ്പർച്ചറിന് അല്ലെങ്കിൽ ഷട്ടർ സ്പീഡിന് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് അപ്പർച്ചറിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ബേസിക്കലി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ISO അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറാണ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് 3ഉം ഞാനൊന്ന് കൂടുതലായിട്ട് പറയും ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ. അതിനുശേഷം ഇതിൻ്റെ ഒരു തുടക്കം കാണത്തില്ല കേട്ടോ. 3 വീഡിയോ കൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പർച്ചറിനെ കുറിച്ച് പറയാം. അതിനു വേണ്ടി ഞാൻ ഒരു ലോങ് ലെൻസ് ഞാൻ എടുക്കുവാണ്. നമുക്കൊരു 85mm ലെൻസിലേക്ക് നമുക്ക് മാറാം. അപ്പോൾ 85mm ലെൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ് ആണ്. നമുക്ക് ഇച്ചിരി ബാക്കിലോട്ട് മാറി നിൽക്കാം. നമുക്ക് ഈ വീടിൻ്റെ ആ ഒരു സൈഡൊക്കെ കിട്ടുന്ന പോലെ നമുക്കിങ്ങനെ നിൽക്കാം. എന്നിട്ട് നമുക്ക് ക്യാമറ എടുക്കാം. ഇത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് മാനുവലായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ 85mm ലെൻസിലാണ് നിൽക്കുന്നത്. നമ്മളുടെ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ f1.8 ആണ്. നമുക്കൊന്ന് കൂട്ടുമ്പോൾ ഇത് ഡാർക്കാവും, അത് വേറൊരു കാര്യം. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോക്കസിലാവും. അത് എങ്ങനെ കാണിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം, കുറച്ചും കൂടെ കാര്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് സെറ്റാക്കി കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ 85-ൽ പറ്റിയില്ല, നമുക്ക് 50-ലേക്ക് പോകാം. ഓക്കെ, 85 ഇച്ചിരി ലോങ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്കൊന്ന് 50 ഒന്ന് പിടിച്ച് നോക്കാം. 50-ലും 1.8 നമുക്ക് കിട്ടുമായിരിക്കും. 50mm ലെൻസ് എടുത്ത് നോക്കാം. ഓക്കെ, 50 1.8-ലാണ്. 85 100 ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മെയിൻലി അപ്പർച്ചർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, 100-ലിരിക്കട്ടെ. ഞാനപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലിരിക്കുന്ന ഒരു കാളവണ്ടി പോലത്തെ സാധനത്തിൻ്റെ എഡ്ജിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അല്ല, നമുക്കത് അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലറായത് നിങ്ങൾ കണ്ടല്ലോ. കാരണം നമ്മുടെ അപ്പർച്ചർ ഇത്ര ഓപ്പൺ ആയതുകൊണ്ടാണ്. ആ ഒരു കാര്യം മാത്രം. നമുക്ക് 100 വരുമ്പോൾ f2.8-ലേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 85-ലേക്ക് തന്നെ തിരിച്ചു പോകാം. ഓക്കെ, നമ്മളപ്പോൾ 1.8 അപ്പർച്ചറിലാണ് നമ്മളിതാ ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ടില്ല, ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലറായിട്ട് ഈ ഒരു സാധനം മാത്രം. അല്ലെങ്കിൽ ഇതും അതിൻ്റെ അടുത്തുള്ള ഒരു കാര്യങ്ങളുമാണ് നമുക്ക് ഫോക്കസിൽ വന്നിരിക്കുന്നത്. പുറകിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫോക്കസിലല്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പുറകിലൊന്ന് ഫോക്കസ് ചെയ്യാം. നമ്മുടെ മിഡിൽ സെൻസർ ഇതുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഏരിയ നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
നമ്മൾ ഫ്രണ്ടിലുള്ളതിൽ വീണ്ടും ഫോക്കസ് ചെയ്തു. നമുക്ക് അപ്പർച്ചർ ഒന്ന് കൂട്ടുമ്പോൾ നിങ്ങൾക്കൊരു ശ്രദ്ധിക്കാം, നിങ്ങളുടെ പുറകിലെ കാര്യങ്ങൾ F6.2 എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പൺ സ്റ്റെപ്സിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, സ്റ്റെപ്സൊക്കെ ഫോക്കസായി. F1.8 വരുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത സ്ഥലം എപ്പോഴും ഫോക്കസിലായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പർച്ചർ കൂട്ടി കൊടുക്കാം. നമ്മൾ ഫോക്കസ് ചെയ്ത ആ ഒരു ഏരിയ മാത്രം നമുക്ക് ഫോക്കസിൽ മതിയെങ്കിൽ നമുക്ക് ഈ ഒരു ചെടിയിൽ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. അത് കറക്റ്റായിട്ട് പിടിച്ചില്ല കേട്ടോ. ഓക്കെ, അത് നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില സമയത്ത് അങ്ങനെ ചെയ്യണം. അപ്പോൾ എനിവേസ് നിങ്ങൾക്ക് അപ്പർച്ചർ എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അപ്പർച്ചർ F1.8 അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഷട്ടർ സ്പീഡ് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പർച്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷട്ടർ സ്പീഡും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. ഷട്ടർ സ്പീഡ് നമ്മൾ എപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അത് ഇവിടെ ഈ ഒരു സംഭവത്തിൽ അത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതായത് ഈ ഒരു സിമുലേഷൻ അപ്പർച്ചർ ഷട്ടർ സ്പീഡിനെ കറക്റ്റായിട്ട് കാണിക്കുമോ കാണിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അത് കാണിച്ചില്ലെങ്കിൽ അതൊരു മോശപ്പാണ്. ഞാനത് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. എനിവേസ് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഞാനിത് നന്നായിട്ട് കുറയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ ഷട്ടർ സ്പീഡ് ഞാൻ കുറയ്ക്കുവാണ്. ഒരു 1.3 ഞാൻ ഇട്ടു. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് ISO ഞാൻ കൂട്ടുന്നില്ല, 50 കിടക്കട്ടെ. അപ്പർച്ചർ ഞാനൊന്ന് കൂട്ടിയാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയേ വരത്തുള്ളൂ കേട്ടോ. ISO ഇനി നമുക്ക് കുറയ്ക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഫിൽറ്ററുകളൊക്കെ വേണ്ടത്. നമുക്കപ്പോൾ ഒരു 1/4 ഷട്ടർ സ്പീഡിലേ നമുക്ക് പറ്റത്തുള്ളൂ. എനിവേസ് ഇച്ചിരി ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓവർ എക്സ്പോസ്ഡ് ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമുക്ക് 1.3 അപ്പർച്ചർ ഒക്കെ 1 സെക്കൻഡ് 1.6 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താകും അതിൻ്റെ റിസൾട്ടെന്ന് നമുക്ക് നോക്കാനാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. F16 നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. ഓക്കെ, നമുക്കൊരു ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചെടികളൊക്കെ ആ ഒരു മോഷൻ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം ഒരു വണ്ടി പോകുന്നതിൻ്റെ രാത്രിയിൽ ഒരു ലൈറ്റിൻ്റെ ഒരു സ്ട്രീക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ആ ഒരു കാറ്റിൽ ചെടികളിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഷട്ടർ നമുക്ക് 1.6 സെക്കൻഡ് നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കും. സാധാരണ നമ്മളങ്ങനെ ഓപ്പൺ ആക്കി വെക്കാറില്ല. അത്രയും നേരം ഓപ്പൺ ആക്കി വെക്കുമ്പോൾ അത്രയും സംഭവം നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സെൻസറിൽ പതിയും. അതെല്ലാം കൂടെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അത്രയും സെക്കൻഡ് കാര്യങ്ങളിൽ മില്ലി സെക്കൻഡിലാണ് ഇത് പതിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ മില്ലി സെക്കൻഡിലെ കാര്യങ്ങൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പതിഞ്ഞ് ഒരു ഇമേജായിട്ട് നമുക്ക് ഫൈനൽ ഇമേജായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റഡി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും. അല്ലാത്ത കാര്യങ്ങൾ, മൂവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സ്റ്റാക്കായിട്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഷട്ടർ സ്പീഡ് നമ്മളിങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് തിരിച്ച് നമ്മുടെ ഇതിലോട്ട് പോകാം. കണ്ടില്ലേ, ഈ കാര്യം അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു പ്രശ്നം, നമ്മുടെ എക്സ്പോഷർ കറക്റ്റ് അല്ല. നിങ്ങൾ റോ ഫോർമാറ്റിലൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഗ്രാജുവേറ്റഡ് ND ഫിൽറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈറ്റ് അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അതിരിക്കുന്നത് ലൈവായിട്ടത് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേസ്, ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് ISO കുറിച്ച് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ISO അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് രണ്ടിലാണ് നിങ്ങളുടെ ക്രിയേറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിവേസ്, ഞാൻ തിരിച്ച് നമ്മുടെ നോർമൽ ഒരു ഇതിലോട്ട് കൊണ്ടുവരാം. നമ്മൾ കൂടുതൽ സമയം അപ്പർച്ചർ നമ്മൾ ഇങ്ങനത്തെ ഒരു അപ്പർച്ചർ ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 200 ഷട്ടർ സ്പീഡ് വെക്കാം. ഇങ്ങനെയും കൂടെ നമുക്കൊരു ഷോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് വ്യത്യാസമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചൊരു ഷോട്ട് എടുക്കാം. ആ ചെടികളൊക്കെ എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ, അതായത് 1 സെക്കൻഡിൻ്റെ 200 സമയത്തിലാണ് ഇത് ക്ലിക്ക് ചെയ്യുന്നത്. ഈ ഒരു ഷട്ടർ ഓപ്പൺ ആയിട്ടിരുന്ന് റെക്കോർഡായിട്ട് പോകുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. 1/200th സെക്കൻഡിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ചെടികൾക്കൊന്നും അത്രയും ഒരു ഷെയ്ക്ക് വന്നിട്ടില്ല. നമ്മുടെ മുമ്പിലത്തെ ഫോട്ടോയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. നോക്കട്ടെ, ഇത് കണ്ടില്ലേ, എക്സ്പോഷർ ഓവറാണ്, ഭയങ്കര ലൈറ്റാണ്.
ഇത് കറക്റ്റ് എക്സ്പോഷർ, ഷട്ടർ കൂട്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു സിമുലേഷൻ വഴി നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റും പുതിയ ഫോട്ടോഗ്രാഫേഴ്സിന്. അപ്പോൾ എനിവേസ് ഗൈസ്, ഈ 2 കാര്യങ്ങളിലൂടെ ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ISO കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു 3 വീഡിയോയ്ക്കുള്ളിൽ ഇത് കൺക്ലൂഡ് ചെയ്യും കേട്ടോ നമ്മുടെ സിമുലേഷൻ. നിങ്ങൾക്ക് പക്ഷേ കൂടുതൽ വേണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കാട്ടും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗൈസ് പറയുക, നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. റിയൽ വേൾഡിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്ത് ഒരു ട്യൂട്ടോറിയൽ പോലുള്ള കാര്യങ്ങൾ നമുക്ക് റിയൽ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ കാണത്തില്ല. ഫോട്ടോഗ്രാഫി, ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതുപോലെ തന്നെ പുതിയ സ്ഥലങ്ങൾ, നമ്മൾ പോകാത്ത സ്ഥലങ്ങൾ, അതൊക്കെയായിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താമസിയാതെ നമ്മുടെ ചാനലിൽ വരും. എനിവേസ് നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. ബൈ.